കേപ്പ് വെർഡേക്ക് മുന്നിൽ വിറച്ച അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-നെതിരെ 3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈമിൽ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വിവാദത്തിരയിൽ വിഴിഞ്ഞം. MSc നിക്ഷേപത്തിൽ കോൺഗ്രസിൽ പടയൊരുക്കം. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് KC വിഭാഗം. അദാനിയുടെ നീക്കം അറിഞ്ഞില്ലെന്ന വാദം വിശ്വസിക്കാനാവില്ല. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM-ഉം. വിഴിഞ്ഞത്ത് ഇന്ന് പ്രതിഷേധ സംഗമം. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വഴിയൊരുക്കാനെന്ന പേരിൽ ചുറ്റുമതിലുകൾ തകർത്ത് നിർമ്മാണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ തിരുവനന്തപുരം കുഴിവിള സ്വദേശികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. താരസംഘടനയിൽ സംഘർഷം കടുക്കുന്നു. അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ച് രമേശ് പിഷാരടി. നിലപാട് പറയാൻ അൻസിബ ഹസനും മാല പാർവതിയും അടക്കമുള്ള നടിമാർ. വാർത്താ സമ്മേളനം കൊച്ചിയിൽ. അയോധ്യ ക്ഷേത്ര തട്ടിപ്പിൽ പുതിയ നീക്കവുമായി അന്വേഷണ സംഘം. 5 വർഷത്തെ ട്രസ്റ്റിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റ് ചെയ്യും. QR കോഡ് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയെന്നു കണ്ടെത്തൽ. 7.5 കോടി പ്രതികൾ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിയെടുത്തുവെന്നും അന്വേഷണ സംഘം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ. ചടങ്ങിൽ ഹമാസ് നേതാവും 100ഓളം രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും ലക്ഷക്കണക്കിന് ജനങ്ങളും ടെഹ്റാനിൽ.